ആ ചരിത്രം നോക്കാനോ അതിന്റെ സർട്ടിഫിക്കേഷൻ ഒന്നും ഇവർക്ക് കിട്ടില്ല. ഇവർക്ക് ആകെ കിട്ടുന്നത് എന്താണ്? വണ്ടിയുടെ ഇൻഷുറൻസ്, വണ്ടിയുടെ പൊല്യൂഷൻ, വണ്ടിയുടെ എല്ലാ പേപ്പറുകളും ക്ലിയർ ആണ്, ഒരു നോ ആക്സിഡന്റ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, വണ്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനം എടുത്തോളാനെന്നല്ലേ പറയുള്ളൂ. ആ വാഹനം എടുക്കുമ്പോൾ ആരാണ് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത്? അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ആണ്, അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അങ്ങനെ ഒരു പുറത്തുനിന്നൊരു വാഹനം അകത്തേക്ക് വരുമ്പോൾ അതിൽ ആ വാഹനം ഇവിടെ ഓടിക്കാൻ പറ്റുമോ, ആ വാഹനം ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കാതെ ആ വാഹനത്തിൽ നിന്ന് പിടുങ്ങാൻ പറ്റുന്ന എന്തൊക്കെയാണ്, അതായത് വിഴുങ്ങാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നോക്കി എല്ലാം വിഴുങ്ങി. രജിസ്ട്രേഷൻ ഫീസ്, ടാക്സ്, വണ്ടിയുടെ പൊല്യൂഷൻ, വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന് പോലും പൈസ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പൈസയും അല്ലെങ്കിൽ ഫണ്ടൊക്കെ വാങ്ങിയിട്ട് വാഹനം ഇന്ത്യക്ക് അകത്ത് കൊണ്ടുവന്ന് ഓടിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇവർക്കെതിരെ പരാതിയുമായിട്ട് പോയിരിക്കുന്ന ഈ പറയുന്ന EDയുടെയും NIAയുടെയും BJPയിലുള്ള പല ആളുകളുടെയും ഈ ഒരു ത്വര അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തൊരു ചെറ്റത്തരമാണ്. ഇതിൽ ഞാൻ കണ്ടൊരു വേറെ വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് വാഹനം സംബന്ധിച്ചുള്ള എല്ലാ രേഖയും